എന്തെല്ലാം സംഭവങ്ങളാണ് ലോകത്തിൽ നടക്കുന്നത്. क्या क्या बात इस दुनिया में हो रही है. അതെ, ആക്സിഡന്റുകൾ, कई प्रकार की दुर्घटनाएं, ജലപ്രളയം, बाढ़ आ रही है, മഹാമാരികൾ, महामारी आ रही है. ഈ വിധത്തിൽ കൂടെ അനേകർ ദിനംതോറും ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. इस प्रकार के कई प्रकार के तकलीफों से कई लोग दुनिया से अलग हो रहे हैं. എന്നാൽ നമ്മെ എല്ലാവരെയും ദൈവം ഇത്രത്തോളം സൂക്ഷിച്ചു. लेकिन इन सबके बावजूद प्रभु परमेश्वर ने अभी तक हमें संभाला. നമ്മൾ ഇത്രത്തോളം ജീവനോട് ഇരിക്കുവാൻ ദൈവത്തിന് കൃപ തോന്നി. अभी तक हमें जीवित रहने के लिए प्रभु यीशु मसीह ने हमारे ऊपर दया दिखाया. അതുകൊണ്ട് ജീവനുള്ളിടത്തോളം ദൈവത്തെ നന്ദിയുള്ള ഹൃദയത്തോട് സ്തുതിച്ചും ആരാധിച്ചും മഹത്വപ്പെടുത്തിയും മുന്നോട്ട് പോകാം. इसलिए परमेश्वर ने जब तक हमें जीवन दिया तब तक हमें प्रभु यीशु मसीह की आराधना करते हुए स्तुति करते हुए हम आगे की ओर बढ़े. ഈ ദിവസങ്ങൾ നമ്മൾ ഒരുങ്ങുവാനുള്ള സമയങ്ങളാണ്. इस समय हमें तैयार होने का समय है. എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാനുള്ള സമയങ്ങൾ. इसका मतलब ये है कि हमारे प्रभु यीशु मसीह के आगमन के लिए हम लोग तैयार रहें. നമ്മുടെ തെറ്റുകളും കുറവുവശങ്ങളും ഒക്കെ നമ്മൾ തന്നെ കണ്ടുപിടിക്കേണ്ട ദിനങ്ങളാണ്. हमारी खुद की गलतियों को हमें स्वयं ही मालूम करने का समय है. യേശു ക്രിസ്തുവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. प्रभु यीशु मसीह का आगमन जल्द ही होने वाला है. കഴിഞ്ഞ नाളുകളിൽ നാം കേട്ടതുപോലോ പ്രസംഗിച്ചതുപോലോ അല്ല. पिछले दिनों में जिस प्रकार हमने सुना या जिस प्रकार हमने जिस प्रकार हमने कहा उस प्रकार नहीं. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അത് നമ്മുടെ പിതാക്കന്മാർ തൊട്ട് യേശു ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. हमारे पुराने जमाने के बाप दादाओं के समय से ही जिस प्रकार प्रभु यीशु मसीह के आगमन के बारे में कह रहे हैं. പൗലോസിന്റെ ജീവിതത്തിൽ ആഗ്രഹം പോലും താൻ ജീവനോടിരിക്കുമ്പോൾ കർത്താവ് വരുമെന്നുള്ളതായിരുന്നു. प्रेरित पौलुस भी ये कह रहा था जब वो जीवन में जीवित थे उस समय प्रभु यीशु मसीह का आगमन होगा. ഓരോ കാലഘട്ടത്തിലെ വിശുദ്ധന്മാരുടെ ആഗ്രഹം അത് തന്നെയാണ്. एक एक समय में जो जो प्रवचक है उन सब का कहना यही था. എന്നാൽ നാം വന്നെത്തിയിരിക്കുന്ന കാലഘട്ടം ഏറ്റവും അവസാന കാലഘട്ടത്തിൽ വന്നിരിക്കുകയാണ്. लेकिन अभी ऐसा समय आ गया जब प्रभु यीशु मसीह का आगमन जल्दी ही होने वाला है. വരവിനോട് സംബന്ധിച്ച് അനേക വിഷയങ്ങൾ വചനത്തിൽ കാണുവാൻ കഴിയും. प्रभु यीशु मसीह के आगमन से संबंधित कई बातें इस वचन में लिखा हुआ है. അനേക സംഭവങ്ങൾ നിവൃത്തിയാകുവാനുള്ളതായിട്ട് വചനത്തിൽ ഉണ്ടായിരുന്നു. कई प्रकार की बातें पूरा होने के बारे में इस बाइबल में लिखा हुआ है. എന്നാൽ അതെല്ലാം നിറവേറി കഴിഞ്ഞിരിക്കുകയാണ്. लेकिन वो सब पूरा हो चुका है. ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചെന്ന് തോന്നുന്നു 666 എന്ന് പറയുന്ന മുദ്ര വരെ ഇറങ്ങിക്കഴിഞ്ഞു. मुझे ऐसा ध्यान है कि पिछले हफ्ते उन्होंने बताया था कि 666 की जो मुद्रा है वो आ चुका है. നമ്മുടെ പാകിസ്ഥാനിൽ വരെ അത് എത്തിയിട്ടുണ്ട്. पाकिस्तान तक वो पहुंच चुका है. അതിനെക്കുറിച്ച് പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. उसका प्रचार किया जा रहा है. അതുണ്ടെങ്കിൽ വളരെ പ്രയോജനമുണ്ടെന്നാണ് പറയപ്പെടുന്നു. वो यदि होगा तो वो एक प्रयोजन है ऐसा बता रहे हैं. അത് നമ്മുടെ കാറിന്റെ ഡോറൊക്കെ സിഗ്നൽ കാണിച്ചാൽ ഓട്ടോമാറ്റിക്കലി തുറക്കും. ഡോർ കാറിന്റെ ഡോറ് സിഗ്നൽ കാണിച്ചാൽ ഓട്ടോമാറ്റിക്കലി ആയിട്ട് തുറന്നു വരും. वो यदि कार का अभी हम सिग्नल दिखाएंगे तो डोर उसका ऑटोमेटिक खुल जाएगा. മൊബൈലിന്റെ നമ്മൾ ലോക്ക് ചെയ്യേണ്ട കാര്യമില്ല. അത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ അല്ലെ ആ സിഗ്നൽ കാണിക്കുമ്പോൾ അത് തുറക്കും. मोबाइल का हमें लॉक खोलने की जरूरत नहीं. वो सिग्नल दिखाएंगे तो ऑटोमेटिक खुल जाएगा. അതെ, കമ്പ്യൂട്ടർ എല്ലാം ഓട്ടോമാറ്റിക്കലായിട്ട് തുറക്കും. कंप्यूटर सभी ऑटोमेटिक खुल जाएगा. പറഞ്ഞാൽ കൈയുടെ പ്രശ്നത്തിന്റെ കാര്യമില്ല. कहने मतलब है कि किसी प्रकार की परेशानी की जरूरत नहीं है. ഇതിന്റെ അകത്തൊക്കെ വളരെ ആത്മീയ അർത്ഥങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ അങ്ങോട്ടൊന്നും കടന്നു പോകുന്നില്ല. इन सब में कई प्रकार की आत्मिक बातें हैं लेकिन मैं वहां की ओर नहीं जाना चाहता. ഇത് എഴുതിയ യോഹന്നാന് പോലും യഥാർത്ഥമായി അതിന്റെ അർത്ഥം അറിയില്ലായിരുന്നു. ये जो लिखा ये यूहन्ना को भी इसके बारे में यथार्थ अर्थ नहीं पता. എന്നാൽ ഈ കാലഘട്ടത്തിൽ വന്നെത്തിയിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ വചനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ ഇടയായിത്തീരും. लेकिन ये सब बातें हमें उस वचन के द्वारा हम समझ सकते हैं. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോകരുത്. इसलिए यीशु मसीह के आगमन तक हम किसी शैतान की गिरफ्त में ना जाएं. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മെ തന്നെ ശോധന ചെയ്ത് യേശുവിന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. इसलिए हम अपने आप को इन दिनों में तैयार करके प्रभु यीशु मसीह का आगमन का इंतजार करें. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി നമുക്കൊരു വാക്യം വായിക്കാം. आज की आत्मिक चिंतन के लिए हम एक वचन पढ़ें. എബ്രായ ലേഖനം 2-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. इब्रानियों की किताब 2 अध्याय उसका 10वां आयत. क्योंकि जिसके लिए सब कुछ है और जिसके द्वारा सब कुछ है उसे यही अच्छा लगा कि जब वह बहुत से पुत्रों को महिमा में पहुंचाए तो उनके उद्धार के कर्ता को दुख उठाने के द्वारा सिद्ध करें. യേശുക്രിസ്തുവിന്റെ കഷ്ടതയെക്കുറിച്ചാണ് അവിടെ എഴുതിയിരിക്കുന്നത്. यीशु मसीह के कष्टता के बारे में यहाँ पर लिखा हुआ है. അല്ലെങ്കിൽ യേശു എന്തിനു വേണ്ടിയാണ് കഷ്ടത സഹിച്ചെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. या फिर यीशु मसीह ने दुख किस कारण से उठाया इस बारे में वहाँ लिखा हुआ है. 9-ാമത്തെ വാക്യം തൊട്ട് വായിച്ചാലേ നമുക്ക് 10 യഥാർത്ഥമായി അത് വ്യാഖ്യാനിക്കാം.
വ്യാഖ്യാനിക്കുവാൻ കഴിയത്തുള്ളൂ. इसके ऊपर का 9वां आयत जब हम पढ़ेंगे तभी हमें समझ में आएगा 10वें उस आयत का मतलब. യേശു ക്രിസ്തുവിന്റെ മരണത്തെക്കുറിച്ചാണ് 9ാമത്തെ വാക്യത്തിലും എഴുതിയിരിക്കുന്നത്. यीशु मसीह के मृत्यु में जाने के बारे में उस 9वें आयत में लिखा हुआ है. 9 പ്രകാരം എഴുതിയിരിക്കുന്നു. 9वां आयत में इस प्रकार लिखा है. അവസാനമായിരിക്കും വരുന്നത്. ആ യേശു എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ കടന്നു വന്നു. परमेश्वर के अनुग्रह से वह हर एक मनुष्य के लिए मृत्यु का स्वाद चखने के लिए आया. മരണം ആസ്വദിക്കുവാൻ, मतलब कि मृत्यु का स्वाद चखने के അത് लिए. ഓരോ വാക്കും ചിന്തിച്ചാലേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. एक एक वाक्य की जब हम चिंता करते हैं या समझते हैं तभी उसके बारे में हमें समझ में आएगा. അത് നിങ്ങൾ ആയിരിക്കുന്ന ഇടത്ത് ഈ വചനം കേൾക്കുമ്പോൾ ഈ വാക്യം എടുത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ ആ വാക്യങ്ങൾ നിങ്ങൾ അത് നോക്കുക. हम जहाँ भी रहते हैं वहाँ पर जब ये 10वां आयत पढ़ते हैं तो साथ में 9वां आयत को भी साथ में पढ़े तभी समझ में आएगा. വചനം പറയുന്നു ദൈവ കൃപയാലാണ് യേശു മരിച്ചത്. वचन कहता है कि परमेश्वर की कृपा से ही यीशु मसीह ने मृत्यु का स्वाद चखा. ഈ കൃപയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ इस कृपा के बारे में जब हम मनन करते हैं പിതാവാം ദൈവത്തിന് നമ്മോട് തോന്നിയ ഒരു കൃപയാണിത് നമുക്ക് കാണുവാൻ കഴിയും. हम वहाँ पर देखते हैं प्रभु परमेश्वर को हमारे ऊपर जो दया आई वही है. എന്ന് പറഞ്ഞാൽ നാം രക്ഷിക്കപ്പെടുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ നാം ഒന്നും ചെയ്തിട്ടില്ല. इसका मतलब ये है कि हमें उद्धार प्राप्त करने के लिए हमने हमारे जीवन में कुछ भी नहीं किया. പിതാവായ ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ ഉദിച്ചപ്പോഴാണ് നമുക്ക് രക്ഷിക്കപ്പെടുവാനിടയായി തീർന്നത്. प्रभु परमेश्वर की कृपा जब हमारे ऊपर आई तभी हमें उद्धार का एक मन हुआ. തീത്തോസ് 3:4-5 വാക്യങ്ങൾ, तीतुस की किताब 3 और 4 अध्याय, എഫേസ്യർ 2:14, एफिसो की किताब 2 का 14, റോമർ 3:24 रोमियो की किताब 3 का 24, എന്നീ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ये सब वाक्य जब हम पढ़ते हैं പിതാവാം ദൈവത്തിന്റെ കൃപയാൽ प्रभु परमेश्वर की कृपा से നാം പാപികളും ദോഷികളുമായിരുന്നപ്പോൾ, जब हम पापी और दोष युक्त थे, എഫേസ്യർ 2:4 നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയും, एफिसो की किताब 2 अध्याय उसके നമ്മൾ 14 आयत में लिखा हुआ है, പാപങ്ങളാലും മരിച്ചവരായിരുന്നു, हम पाप के द्वारा और दुष्टता के द्वारा मरे हुए थे. കരുണാസമ്പന്നനായ ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ വെളിപ്പെട്ടപ്പോൾ, लेकिन करुणा से संपन्न प्रभु यीशु मसीह का जब तेजस हमारे पर आया, ആ പിതാവാം ദൈവത്തിന്റെ സ്നേഹം നമ്മൾ വെളിപ്പെട്ടപ്പോൾ, जब प्रभु परमेश्वर का स्नेह हमारे ऊपर आया, നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി പിതാവാം ദൈവം തന്റെ പുത്രനെ കാൽവറിയിൽ തകർത്ത് കളഞ്ഞു. हमारे पाप से मुक्ति के लिए प्रभु परमेश्वर ने अपना इकलौता पुत्र को इस दुनिया के लिए दे दिया. ആ കൃപയാൽ നമുക്ക് രക്ഷ ജീവിതത്തിൽ ദാനമായി ലഭിക്കുവാനിടയായി തീർന്നു. वही उद्धार हमें दान के रूप में मिला है. യേശു മരണം ആസ്വദിച്ചെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. वहाँ पर लिखा है प्रभु यीशु मसीह ने मृत्यु का स्वाद चखा. എന്താണ് ആ വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത്? उस वाक्य का अर्थ क्या है? മരണം ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? मृत्यु का स्वाद चखना, इसका मतलब क्या है? ഇവിടെ ഇതൊക്കെ വളരെ ആഴമേറിയ ആത്മീയ അർത്ഥങ്ങൾ നിറഞ്ഞ വാക്യങ്ങളാണ്. परमेश्वर के लोग ये जो वाक्य है बहुत ही समझने का आत्मिक वाक्य है. യേശുവിന്റെ മരണം ഏറ്റവും ഘോരമായിരുന്ന മരണമായിരുന്നു. जो परमेश्वर का जो मृत्यु है एक भयानक मृत्यु थी. ആ യേശു മരിച്ചത് സാധാരണ മനുഷ്യൻ മരിക്കുന്നത് പോലെയല്ല. यीशु की जो मृत्यु एक साधारण मनुष्य के रूप में नहीं हुआ है. യേശു മാനസികമായി തകരപ്പെട്ടവനായിരുന്നു. यीशु मसीह मानसिक रूप से एक विकसित थे. അതിന്റെ ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ പിതാവാം ദൈവത്താൽ താൻ കൈവിടപ്പെട്ടു. पहला हम वचन पढ़ते हैं कि प्रभु परमेश्वर ने प्रभु यीशु मसीह का हाथ छोड़ दिया. ആ ജീവനോടൊരു മനുഷ്യനെ കുരിശിൽ തറയ്ക്കുക എന്ന് പറഞ്ഞാൽ जीवित एक मनुष्य को क्रूस पर चढ़ाने का मतलब പെട്ടെന്ന് മരിക്കത്തില്ല. एकदम से मनुष्य की मृत्यु नहीं വളരെ होती. മണിക്കൂറുകൾ എടുത്താണ് മനുഷ്യൻ മരിക്കുന്നത്. बहुत देर के पश्चात कई वेदनाएं सहने के बाद उस मनुष्य की मृत्यु होती है. ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു മനുഷ്യന് ശ്വാസമെടുക്കാൻ വലിയ പാടാണ്. क्रूस पर चढ़ाए हुए एक व्यक्ति को श्वास लेने में काफी ആ तकलीफ होती है. ശ്വാസമെടുക്കുമ്പോൾ അവൻ ബലം പ്രയോഗിക്കേണ്ടി വരും. श्वास लेने के लिए उसे काफी बल का प्रयोग करना पड़ता है. അന്നേരം മുറിവിന്റെ ആണി അടിച്ചതിന്റെ വേദന ആഴമായിട്ട് അനുഭവിക്കുവാൻ ഇടയായി തീരും. तब उस समय जो हाथ पर हमें यीशु मसीह ने जो हाथ पर कील लगा था उसका जो दर्द है उसे काफी महसूस होता है. നമ്മള് മധുരമായ അല്ലെങ്കിൽ രുചിയുള്ള ആഹാരം കഴിക്കുന്നത് പോലെ മരണത്തെ ആസ്വദിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്. जिस प्रकार हम एक अच्छा भोजन का हम स्वाद लेते हैं उसी प्रकार प्रभु यीशु मसीह ने मृत्यु का स्वाद चखा. इस प्रकार लिखा हुआ. അടുത്തത് ദൂതന്മാരിലും അല്പം താഴ്ച യേശുവിന് വന്നു.
वहाँ पर लिखा है कि दूध से भी कम परमेश्वर को एक वो मिला। ആ സങ്കീർത്തനം 8-ന്റെ 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ भजन संहिता 8 के 5 का जब हम चिंतन करते हैं तो അവിടെ മനുഷ്യന്റെ സൃഷ്ടിയെ കുറിച്ച് പറയുന്നത് वहाँ पर मनुष्य की सृष्टि के बारे में बताया गया है। ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി परमेश्वर से कुछ ही कम बनाया है, തേജസ്സുള്ളവനായി അവനെ സൃഷ്ടിച്ചു. एक तेजस के साथ परमेश्वर ने उनको बनाया। എന്നാൽ എബ്രായർ 2-ന്റെ 7 ഇപ്രകാരം എഴുതിയിരിക്കുന്നു. लेकिन इब्रानी किताब 2 अध्याय उसका 7वां आयत में इस प्रकार लिखा है, तूने उसे स्वर्गदूतों से कुछ ही कम किया, तूने उस पर महिमा और आदर का मुकुट ആ, रखा। ഇവിടെ എഴുതിയിരിക്കുന്നു, वहाँ पर इस प्रकार लिखा നീ है, മനുഷ്യനെ इस मनुष्य को ദൂതനേക്കാൾ അല്പം മാത്രം താഴ്ത്തി. कि इस मनुष्य को परमेश्वर ने स्वर्गदूत से कुछ ही कम बनाया। സങ്കീർത്തനം 8-ന്റെ 5 വായിക്കുന്നു, भजन संहिता 8 के 5 में लिखा है ദൈവത്തെക്കാൾ അല്പം വാഴ്ത്താൻ താഴ്ത്തി. कि परमेश्वर से कुछ ही कम बनाया। ഇത് വളരെ ശ്രദ്ധിച്ചാൽ ഈ വേദഭാഗങ്ങളൊക്കെ മനസ്സിലാകുകയുള്ളൂ. बहुत ही ध्यान से पढ़ेंगे तभी हमें इस वचन के बारे में ദൈവം मालूम पड़ेगा। മനുഷ്യനെ സൃഷ്ടിച്ചത് തേജസ്സുള്ളവനായിട്ടാണ്. परमेश्वर ने मनुष्य की जो सृष्टि की एक तेजस के साथ किया। ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാകുവാനിടയായി തീരും. उत्पत्ति किताब जब हम पढ़ते हैं तो वहाँ पर लिखा हुआ है, ദൈവികമാകുന്ന തേജസ് കൊണ്ട് മനുഷ്യനെ ദൈവം ആ തേജസ് ഉടുപ്പിച്ചിരുന്നു. परमेश्वर ने अपने तेजस से उस मनुष्य को पहना के रखा था। ഏദൻ തോട്ടത്തിലായിരുന്ന മനുഷ്യനെ കുറിച്ച് പറയുന്നു, जब एदन वाटिका के उस मनुष्य के बारे में അവർ बताते हैं, വസ്ത്രം ധരിച്ചിരുന്നില്ല. उन लोगों ने वस्त्र नहीं पहना था, എന്നിലും അവർക്ക് നാണം നഗ്നത അവർക്ക് മനസ്സിലായില്ല. लेकिन फिर भी उनको शर्म महसूस नहीं हुआ। കാരണം എന്തെന്ന് ചോദിച്ചാൽ कारण क्या है? ദൈവികமான തേജസ് അവർ ഉടുത്തിരിക്കുകയായിരുന്നു. क्योंकि उनके चारों ओर परमेश्वर का तेजस था। എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുന്നു, लेकिन इस वचन में हम पढ़ते അതെ हैं ദൂതന്റെ അവസ്ഥയിലെ ദൂതനെക്കാട്ടും താഴെ അവസ്ഥയിലേക്ക് മനുഷ്യൻ കടന്നു വന്നു कि वहाँ पर लिखा है स्वर्गदूत से कुछ ही कम मनुष्य को बनाया है। എന്ന് പറഞ്ഞാൽ പാപം ചെയ്തപ്പോൾ മനുഷ്യന്റെ മേൽ മരണം കടന്നു വന്നു. इसका मतलब ये कि जब मनुष्य ने पाप किया तब मनुष्य के ऊपर मृत्यु आई। ആ ദൂതന് മരിക്കുവാൻ കഴിയത്തില്ല, ദൂതന് മരണമില്ല. लेकिन स्वर्गदूत को मृत्यु नहीं है। അതുകൊണ്ട് ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ആ ദൂതനെക്കാട്ടിൽ താഴ്ചയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി. जब मनुष्य ने पाप किया तो मनुष्य को परमेश्वर ने स्वर्गदूत से भी कुछ कम कर दिया। ഇത് നമ്മുടെ മനുഷ്യനോടുള്ള ബന്ധത്തിൽ അങ്ങനെ എഴുതിയിരിക്കുമ്പോൾ उस मनुष्य के संबंध जो यहाँ पर लिखा है तो ഇവിടെ യേശു ക്രിസ്തുവിനെ കുറിച്ചും എഴുതിയിരിക്കുന്നു. प्रभु यीशु मसीह के बारे में भी वहाँ पर लिखा हुआ है। എബ്രായർ 2:9 എഴുതിയിരിക്കുന്നു, इब्रानी किताब 2:9 में लिखा हुआ है, ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു. यीशु मसीह को भी दूध से कुछ परमेश्वर ने कम कर दिया। എന്തുകൊണ്ടാണ് ദൂതനിലും താഴ്ച വന്നവനായ യേശു ഈ ലോകത്തിൽ പിറന്നത്? प्रभु यीशु मसीह को स्वर्गदूत से कुछ कम क्यों किया गया? ഒന്നേ യേശു ദൈവമാണ്, लेकिन प्रभु यीशु मसीह परमेश्वर है। സകല തേജസ്സും യേശുവിന്റെ മേലുണ്ട്. सभी प्रकार का तेजस प्रभु यीशु मसीह पर എന്നാൽ है। യേശു ക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വന്നത് लेकिन प्रभु यीशु मसीह जब इस दुनिया में आया തേജസ്സുള്ളവനായിട്ടല്ല കടന്നു വന്നത്. उस समय उसके ऊपर कोई तेजस नहीं था। അത് ദൂതനിലും അല്പം താഴ്ച വന്നവനായിട്ടാണ് യേശു ലോകത്തിലേക്ക് വന്നത്. स्वर्गदूत से भी कुछ कम प्रभु यीशु मसीह इस दुनिया में അതിന് आया। കാരണം എന്താണ്? उसका क्या कारण है? ഞാൻ പറഞ്ഞു, ദൂതന് മരിക്കുവാൻ കഴിയത്തില്ല. कारण ये है कि दूध की मृत्यु नहीं है, യേശു മരിക്കുവാനാണ് ലോകത്തിൽ കടന്നു വന്നത്. लेकिन प्रभु यीशु मसीह मरने के लिए इस दुनिया में आया। അതുകൊണ്ടാണ് ദൂതനിലും അല്പം താഴ്ച യേശുവിന് കടന്നു വന്നത്. इसलिए प्रभु यीशु मसीह को स्वर्गदूत से कुछ कम आका गया। ആ യേശുവിനെ പിതാവാം ദൈവം ഏറ്റവും താഴ്ത്തുവാനിടയായി തീർന്നു. प्रभु परमेश्वर ने प्रभु यीशु मसीह को बहुत ही कम कर दिया। എന്തിനാണ് പിതാവാം ദൈവം തന്റെ പുത്രനെ താഴ്ത്തിയത്? प्रभु परमेश्वर ने अपने पुत्र को क्यों कम किया? ഒന്നുകൂടെ ചിന്തിച്ചാൽ യേശുവിന്റെ താഴ്ചയെ കുറിച്ച് ഫിലിപ്പിയ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. प्रभु यीशु मसीह के कम करने के बारे में फिलिप्पो किताब में लिखा हुआ है। ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം फिलिप्पो की किताब 2 अध्याय അതിൻ്റെ 6 തൊട്ട് വായിക്കുമ്പോൾ 5 തൊട്ട് വായിക്കുമ്പോൾ उसके 5वां आयत से हम नीचे की ओर पढ़ते हैं तो യേശു ദൈവരൂപത്തിൽ ഇരിക്കുമ്പോൾ തന്നെ प्रभु यीशु मसीह जब परमेश्वर के रूप में था, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ प्रभु यीशु मसीह का स्वभाव ना पकड़ते हुए ഒരു ദാസന്റെ രൂപം എടുത്ത് एक दास का रूप लेकर ഒരു മനുഷ്യ സാദൃശ്യത്തിലായി एक मनुष्य के स्वरूप में തന്നെത്താൻ ഒഴിച്ചു. अपने आप को कम किया। ആ വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ उस वाक्य का अर्थ है യേശുവിന്റെ ദൈവത്വത്തെ മറച്ചു വെച്ചിട്ടാണ് യേശു ലോകത്തിലേക്ക് വന്നത്. प्रभु यीशु मसीह ने अपने परमेश्वर के तुल्य को कम करते हुए इस दुनिया में आया। യേശുവിന്റെ ദൈവത്വത്തെ ഭൂമിയിലുള്ള മനുഷ്യർക്ക് കാണുവാൻ കഴിയത്തില്ല. प्रभु यीशु मसीह के जो परमेश्वर
परमेश्वर का रूप है वो इस दुनिया वाले को नहीं देख അപ്പോൾ सकते। തന്നെ ഭൂമിയിൽ യേശു മനുഷ്യനായി വന്നപ്പോഴും യേശു ദൈവമായിരുന്നു. जब प्रभु यीशु मसीह परमेश्वर के तुल्य होने पर जब इस दुनिया में आया तब वो परमेश्वर का रूप था। ആ യേശു ഒരു ദാസന്റെ വേഷമെടുത്തെന്ന് എഴുതിയിരിക്കുന്നു. वहाँ पर लिखा है प्रभु यीशु मसीह ने एक दास का रूप लिया। അടുത്തത് മരണത്തോളം, ക്രൂശിലെ മരണത്തോളം യേശു താഴ്ത്തപ്പെടുവാനിടയായി തീർന്നു. वहाँ पर लिखा है कि क्रूस में मृत्यु तो परमेश्वर ने अपने आप को बहुत ही दीन किया। ആ ഏറ്റവും നീചമായ മരണമാണ് ക്രൂശ് മരണം എന്ന് പറയുന്നത്. एक बहुत ही गंदी मृत्यु बताते हैं क्रूस पर होने वाली मृत्यु। ഏറ്റവും ശപിക്കപ്പെട്ട മരണമാണ് ക്രൂശ് മരണം എന്ന് പറയുന്നത്. एक ही भयानक या शापित मृत्यु है क्रूस पर चढ़ना। ഗലാത്യ ലേഖനത്തിൽ പൗലോസ് എഴുതിയിരിക്കുന്നു, गलातियों किताब में पौलुस ने लिखा है നമ്മുടെ പാപത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന എല്ലാ ശാപങ്ങളെയും മാറ്റുവാൻ, हमारे पाप के रूप में जो पाप के जो हमारे जीवन में पाप होता है उस शाप को दूर करने के ആ लिए മരത്തിന്മേൽ മരിക്കുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്നാണ് ന്യായപ്രമാണം എഴുതിയിരിക്കുന്നത്. यहाँ पर वचन लिखा है जो भी पेड़ पर टंकर मरते हैं वो एक शापित मृत्यु है। നമ്മുടെ എല്ലാ ശാപങ്ങളെ മാറ്റുവാൻ യേശു കാൽവറി നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. हमारे सभी शापों को मिटाने के लिए प्रभु यीशु मसीह ने कालवरी पर शापित हुआ। യേശു ഏറ്റവും താഴ്ത്തപ്പെടുവാനിടയായി തീർന്നു. प्रभु यीशु मसीह एकदम दीन हो गया। ആ ഏറ്റവും താഴ്ത്തപ്പെട്ട യേശുവിനെ പിതാവാം ദൈവം ഏറ്റവും ഉയർത്തുവാനിടയായി തീർന്നു. जो एकदम दीन हो गया प्रभु यीशु मसीह को प्रभु परमेश्वर ने बहुत ज्यादा ऊपर उठाया। നമ്മൾ ഫിലിപ്പിയർ 8:2 തൊട്ട് താഴോട്ട് വായിച്ചേ. फिलिपियों की किताब 9वां दूसरा अध्याय का 9वां ऐसे जब हम नीचे पढ़ते हैं वहाँ पर इस प्रकार लिखा हुआ है, इस कारण परमेश्वर ने उसको अति महान भी किया और उसको वह नाम दिया जो सब नामों में श्रेष्ठ है, कि जो स्वर्ग में और पृथ्वी पर और पृथ्वी के नीचे है वे सब यीशु के नाम पर घुटने टेके और परमेश्वर पिता की महिमा के लिए हर एक जीव अंगीकार कर ले कि प्रभु यीशु ही प्रभु है। എബ്രായ ലേഖനത്തിലും എഴുതിയിരിക്കുന്നു, इब्रानियों की किताब में भी लिखा हुआ है, ആ പിതാവാം ദൈവം തന്റെ പുത്രനെ മഹത്വവും ബഹുമാനവും അണിയിച്ചെന്ന് കാണുവാൻ കഴിയുന്നു. वहाँ भी लिखा है प्रभु परमेश्वर ने प्रभु यीशु मसीह को सब बातों में श्रेष्ठ ഈ किया। രണ്ട് വാക്യം കൂടെ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുമ്പോൾ जब ये दोनों बातों को जब एक साथ हम मनन करते हैं, ഏറ്റവും താഴ്ത്തപ്പെട്ടവനായിരിക്കുന്ന യേശുവിനെ, एकदम जो दीन किया हो प्रभु यीशु मसीह को ആ ഏറ്റവും പിതാവാം ദൈവം ഉയർത്തുവാനിടയായി തീർന്നു. प्रभु परमेश्वर ने प्रभु यीशु मसीह को एकदम श्रेष्ठ किया। ആ സകലത്തിന്റെ മേലുമുള്ള അധികാരം പിതാവാം ദൈവം തന്റെ പുത്രന് കൊടുത്തു. सभी चीजों के ऊपर अधिकार प्रभु यीशु मसीह को प्रभु परमेश्वर ने दिया। സകല അധികാരത്തിന്റെ മേലും യേശു അധികാരമുള്ളവനാണ്. सभी अधिकार के ऊपर अधिकार रखने वाला प्रभु यीशु ഈ मसीह। ലോകത്തിലെയും എല്ലാ സാത്താന്യ ശക്തികളുടെ മേൽ യേശു അധികാരമുള്ളവനാണ്. इस दुनिया के ऊपर दुनिया के सभी शैतानी ताकत के ऊपर अधिकार रखने वाला യേശു प्रभु यीशु। മരണത്തിന്റെ മേൽ അധികാരമുള്ളവനാണ്. प्रभु यीशु मसीह मृत्यु के ऊपर अधिकार रखता है, പിശാചിന്റെ മേൽ അധികാരമുള്ളവനാണ്. शैतान के ऊपर अधिकार रखता है, കാറ്റിന്റെ മേലും കടലിന്റെ മേലും യേശു അധികാരമുള്ളവനാണ്. तूफान के ऊपर सागर के ऊपर अधिकार रखने वाला है प्रभु यीशु मसीह। ആ വചനം നമ്മൾ പഠിക്കുമ്പോൾ जब हम वचन पढ़ते हैं, ഈ ഉയർത്തപ്പെട്ട അധികാരമുള്ള യേശുവിനെ जब ये ऊंचा किया हुआ अधिकार मिला हुआ प्रभु यीशु मसीह को പിതാവായിരിക്കുന്ന ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. पिता प्रभु परमेश्वर ने हमें दिया है। ആ പിതാവാൻ ദൈവം തന്റെ പുത്രനെ നമുക്ക് വേണ്ടി തന്നിരിക്കുകയാണ്. प्रभु परमेश्वर ने अपने पुत्र को हमें दिया है। അധികാരമുള്ള യേശു ഇപ്പോൾ നമ്മുടെ അകത്തുണ്ട്. अधिकारी प्रभु यीशु मसीह हमारे जीवन में है। കൊലോസ്യർ 1:27 പറയുന്നു, पहला कुलिस्सों की किताब उसका 27 आयत में लिखा हुआ है, മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളിൽ. ക്രിസ്തു നമ്മുടെ അകത്തുണ്ട്. प्रभु यीशु मसीह हमारे जीवन के अंदर, സകല അധികാരമുള്ള യേശു നമ്മുടെ അകത്തുണ്ട്. सभी अधिकार के ऊपर जय प्रभु यीशु मसीह हमारे അതുകൊണ്ട് आत्मा में। ദൈവമൈതലേ, നീ ഒന്നിനെയും ഭയപ്പെടണ്ട. इसलिए प्रभु परमेश्वर के लोगों किसी चीज से डरने की आवश्यकता സകലത്തിന്റെ नहीं। മേലും അധികാരമുള്ള യേശു എന്റെ അകത്തുണ്ടെന്ന് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? सभी चिंता को अधिकार रखने वाला प्रभु यीशु मसीह हमारे हृदय में, ऐसा कितने लोगों को विश्वास है? അത് നീ രോഗത്താൽ ഭാരപ്പെടുന്നെങ്കിൽ രോഗത്തിന്റെ മേൽ അധികാരമുള്ള യേശു നിന്റെ അകത്തുണ്ട്. यदि कोई रोगों से कोई परेशान है तो रोग से मुक्ति देने वाला प्रभु यीशु मसीह हमारे जीवन में। എന്തെങ്കിലും വേദന നിന്നെ അലട്ടുന്നെങ്കിൽ വേദനയുടെ മേൽ അധികാരമുള്ള യേശു നിന്റെ അകത്തുണ്ട്. कोई दर्द यदि हमें सताता है उस दर्द से छुटकारा देने वाला प्रभु यीशु मसीह हमारे जीवन में। ഏതെങ്കിലും വിഷയത്തിന്മേൽ നീ ഭാരപ്പെടുന്നെങ്കിൽ അതിന്റെ മേൽ ജയം തരുവാൻ കഴിവുള്ള യേശു നിന്റെ അകത്തുണ്ട്. किसी प्रकार का विषय को लेकर यदि हम परेशान है तो उस विषय के ऊपर जय देने वाला प्रभु यीशु मसीह हमारे जीवन में। ദൈവമക്കളെ, അധികാരമുള്ള യേശു നിന്റെ അകത്തുള്ളപ്പോൾ जब सभी अधिकारों को अधिकार रखने
करने वाला प्रभु यीशु मसीह हमारे जीवन में है तो ഈ ദിവസങ്ങളിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ അന്ധകാര ശക്തികളെ ജയിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. इसलिए इन दिनों में सभी अधिकारों को अधिकार रखने वाला प्रभु यीशु मसीह के नाम से सभी चीजों को विजय प्राप्त करते हुए आगे ഞാൻ बढ़े. കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ ഒരു മഹാമാരിയെ ഭയപ്പെടേണ്ട കാര്യമില്ല. पिछले हफ्ते जिस प्रकार मैंने बताया कि किसी प्रकार की महामारी से डरने की आवश्यकता नहीं ആരിമന്ത है. മഹാമാരിയുടെ മേൽ അധികാരമുള്ള യേശു നമ്മുടെ അകത്തുണ്ട്. सभी महामारी के ऊपर अधिकार रखने वाला प्रभु यीशु मसीह हमारे इस हृदय में है. ഞാൻ ഒന്നുകൂടെ ഒന്ന് എടുത്തു പറഞ്ഞാൽ एक बार फिर से मैं कहना चाहता हूँ, നമ്മൾ ജനിക്കുമ്പോൾ തന്നെ जब हमारा जन्म हुआ था तभी എപ്പോൾ മരിക്കുമെന്ന് എങ്ങനെ മരിക്കുമെന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. किस प्रकार हम मरेंगे, कब हम मरेंगे, प्रभु यीशु मसीह ने उसका एक समय रखा हुआ. അതുകൊണ്ട് നമ്മൾ മരണത്തെ ഭയപ്പെടരുത്. इसलिए हमें मृत्यु से डरने की ഈ आवश्यकता മഹാമാരിയെ ഭയപ്പെടരുത്. नहीं. इस महामारी से डरने की आवश्यकता नहीं है. ആ ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തെ ആരാധിച്ച് വിശുദ്ധിയിലും വേർപാടിലും നമുക്ക് മുന്നോട്ട് പോകാം. प्रभु यीशु मसीह की आराधना करते हुए उसे डरते हुए हम आगे की ओर बढ़े. അതെ, അധികാരമുള്ള യേശു നമ്മോട് കൂടെയുണ്ട്. सभी चीजों पर अधिकार रखने वाला प्रभु यीशु मसीह हमारे ഏത് साथ है. വിഷയത്തിലും വിടുതൽ കൽപ്പിക്കുവാൻ, किसी भी विषय से छुटकारा देने वाला, ഏത് വിഷയത്തിലും നിന്നെ അനുഗ്രഹിക്കുവാൻ, किसी भी विषय के लिए हमें आशीष देने നിന്റെ वाला, ബലഹീനതയിൽ നിന്നെ ബലപ്പെടുത്തുവാൻ, हमें बल देने वाला, ആ വിഷയങ്ങളിൽ നിന്നെ സഹായിപ്പാൻ, हमारे आवश्यकताओं के बीच में हमारी सहायता करने കഷ്ടങ്ങളിൽ वाला, അടുത്ത തുണയായിട്ട് दुख के समय हमें सहाय, സകലത്തിനും മതിയായവനായ യേശു നമ്മോട് കൂടെയുണ്ട്. सभी चीजों के लिए आवश्यक प्रभु यीशु मसीह हमारे साथ. ഇതാണ് ഒരു ദൈവ പൈതലിന്റെ പ്രത്യാശ എന്ന് പറയുന്നത്. इन दिनों में प्रभु यीशु मसीह की एक प्रत्याशा जब हम बताते हैं, ലോക മനുഷ്യന്റെ അകത്ത് ഈ പ്രത്യാശയില്ല. इस दुनिया में रहने वाले लोगों के मन में ये प्रत्याशा नहीं है. ആ ദൈവമക്കളെ അവർ വിഷയങ്ങൾ വരുമ്പോൾ പതറിപ്പോകുകയാണ്. जब उनके जीवन में कई प्रकार तकलीफ आते हैं तो वो उदयदर हो जाते हैं. അനേകർ തങ്ങളുടെ ജീവിതത്തെ മരണത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. മരണത്തിന് വേണ്ടി തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. अपने आप को दुनिया वाले जब मृत्यु के लिए अपने आप को सौंप देते हैं, എന്നാൽ ദൈവമക്കളാകുന്ന നമ്മുടെ ജീവിതത്തിൽ लेकिन प्रभु परमेश्वर के जब हमारे जीवन में അതേ നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. उन सभी किसी चीज की हमें നമ്മുടെ आवश्यकता नहीं है. പ്രത്യാശ നമ്മുടെ കർത്താവിൽ വെച്ചിരിക്കുകയാണ്. हमारी आशा प्रभु यीशु मसीह के ऊपर हो. പൗലോസ് പറയുന്നു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. प्रभु प्रेरित पौलुस कहता है कि मैं जानता हूँ कि मैं किस पर विश्वास रखता हूँ. ലോകാവസാനത്തോളം യേശു നമ്മോട് കൂടെയുണ്ട്. इस दुनिया के अंत तक प्रभु यीशु मसीह हमारे साथ है. നമുക്ക് 10ാമത്തെ വാക്യത്തിലേക്ക് കയറാം. हम उस 10वें आयत की ओर चलें. ഞാൻ ചുരുക്കമായി പറയട്ടെ, യേശു എന്തിനു വേണ്ടിയാണ് കഷ്ടം സഹിച്ചത്? मैं आपको बताना चाहता हूँ प्रभु यीशु मसीह ने दुख क्यों सहा. ദൈവമക്കളെ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. परमेश्वर के लोगों हम एक बात जान ले, യേശു നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി മാത്രമല്ല കഷ്ടം സഹിച്ചത്. मैं आपको एक चीज बताना चाहता हूँ, प्रभु यीशु मसीह ने सिर्फ हमारे पापों को छुटकारे ले ही नहीं मृत्यु का स्वाद चखा. അതെ, കഷ്ടം സഹിക്കാതെ യേശുവിന് നമ്മുടെ പാപത്തെ പോക്കുവാൻ കഴിയും. बिना दुख सहे प्रभु यीशु मसीह को हमारे पाप को दूर कर सकते थे. ആ യേശുവിന്റെ രക്തമാണ് നമ്മുടെ പാപങ്ങളെ കഴുകി വിശുദ്ധീകരിക്കുന്നത്. प्रभु यीशु मसीह के लहू हमारे पापों को धोकर दूर करता है. എബ്രായ ലേഖനം 9ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, इब्रानियों की किताब 9वें अध्याय में लिखा हुआ है, രക്തം ചിന്തിയിട്ടല്ലാതെ എന്ന് പറഞ്ഞ രക്തം ഒഴിക്കാതെ പാപത്തിന് പരിഹാരമില്ലെന്ന് എഴുതിയിട്ടുണ്ട്. वहाँ पर लिखा है बिना लहू बहाए पाप से हम छुटकारा नहीं पा सकते थे. ഈ രക്തം ഒഴിക്കുവാൻ വേണ്ടി യേശുവിന് ഇത്ര വലിയ കഷ്ടം സഹിക്കേണ്ട ആവശ്യമില്ല. इस लहू को बहाने के लिए प्रभु यीशु मसीह को इतना दुख सहने की आवश्यकता नहीं നമ്മൾ थी. പലപ്പോഴും ഇത്ര ആഴത്തിലേക്ക് ഇറങ്ങി ചിന്തിച്ച് കാണുകയില്ല. हम कभी भी आत्मिक रूप से बहुत ज़्यादा मनन नहीं किया होगा. ആ യേശുവിന്റെ ശരീരത്തിൽ എവിടെങ്കിലും ഒരു മുറിവുണ്ടായി രക്തം ഒഴുകിയാൽ മതിയായിരുന്നു, നമ്മുടെ പാപത്തിന് പരിഹാരം ഉണ്ടായിരുന്നു. हमारे पाप से यदि छुटकारा चाहिए तो प्रभु यीशु मसीह के हाथ या पैर कहीं भी जरा सा एक कट होता तो वहाँ से लहू बहकर हो എന്നാൽ सकता था. യേശുവേ, നീ എന്താണ് ഇത്രത്തോളം കഷ്ടം സഹിച്ചത്? लेकिन प्रभु यीशु मसीह ने इतना कष्ट क्यों सहा. ഇത്രത്തോളം വേദന നീ എന്തിനാണ് സഹിച്ചത്? प्रभु यीशु मसीह आपने इतना दुख क्यों सहा. ആ ദൈവമക്കളെ, യേശുക്രിസ്തുവിന്റെ കഷ്ടതയെക്കുറിച്ച് ക്രൂശീകരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ जब प्रभु यीशु मसीह के क्रूस से सहे हुए कष्ट के बारे में हम चिंता करते हैं, യേശുവിന്റെ കഷ്ടത ഗെത്സമന തോട്ടം തൊട്ട് ആരംഭിക്കുവാൻ തുടങ്ങി. प्रभु यीशु मसीह का जो दुख है वो यह समान वाटिका से शुरू होता है. ആ യോഹന്നാന്റെ സുവിശേഷം 19ാം അധ്യായം 1ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ രണ്ട് കാര്യം എഴുതിയിട്ടുണ്ട്. यूहन्ना की किताब 19वां अध्याय उसका 4था अध्याय जो आयत से हम पढ़ते हैं. 19ന്റെ ഒന്ന് വായിച്ചു. യോഹന്നാന്റെ സുവിശേഷം यूहन्ना की किताब 19वां अध्याय उसका 4था आयत से जब हम पढ़ते हैं, 19वां अध्याय उसका पहले आयत से जब हम पढ़ेंगे वहाँ पर इस प्रकार लिखा हुआ है. യോഹന്നാൻ
19:1 यूहन्ना की किताब 19वां अध्याय उसका पहले आयत से नीचे की ओर मैं पढ़ रहा हूँ। इस पर पिलातुस ने यीशु को कोड़े लगवाए, ആ सिपाहियों ने कांटों का मुकुट गूंद कर उसके सिर पर रखा ആ और उसे അവിടെ രണ്ട് കാര്യം എഴുതിയിട്ടുണ്ട്. यहाँ पर दो बातों के बारे में लिखा हुआ है। അവിടെ ഒന്ന് യേശുവിന് ഒരു മുൾക്കിരീടം ഉണ്ടാക്കി വെച്ചു. और वहाँ पर लिखा है प्रभु यीशु मसीह के लिए कांटों का मुकुट बनाया गया। അനേക മുള്ളുകളുള്ള ഒരു ചെടി കൊണ്ടാണ് ഈ മുൾക്കിരീടം ഉണ്ടാക്കിയത്. ये जो परमेश्वर का मुकुट प्रभु यीशु मसीह जो मुकुट बनाया गया है कई प्रकार के कांटों के पौधों से बनाया गया है। യേശുവിന്റെ തലയിൽ മുൾക്കിരീടം വച്ചപ്പോൾ അനേക മുള്ളുകൾ യേശുവിന്റെ തലയിൽ താഴ്ന്നിറങ്ങി എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ये चरित्र लिखने वाले यहाँ पर लिखता है कि जब प्रभु यीशु मसीह के सर पर उस कांटों से बनाया गया मुकुट रखा गया तब उसके सिर पर कांटे छुप गए। കാഠിന്യമായ വേദന ഉളവാക്കുന്ന ഒന്നായിരുന്നു ആ മുള്ളെന്ന് പറയുന്നത്. उस कांटों का मतलब काफी एक दर्द भरी एक अवस्था। യേശുവിന്റെ തലയിൽ വെച്ചിട്ടത് അടിച്ച് ഇറക്കിയപ്പോൾ അവന്റെ മുഖത്തൂടെല്ലാം വേദന കൊണ്ട് ചോര ഒലിക്കുവാനിടയായി തീർന്നു. प्रभु यीशु मसीह के सर पर जब वो कांटों का मुकुट रखा गया और उसके ऊपर जब मारकर उसको गड़ाया गया तब जो खून निकला उससे प्रभु यीशु मसीह दर्द से രണ്ട് അവനെ ചാട്ടവാറ് കൊണ്ട് അടിക്കുവാനിടയായി തീർന്നു. उसके बाद उसके ऊपर एक लोहे से बनाए हुए एक कोड़ों से मारा गया। യേശുവിനെ റോമൻ ചാട്ടവാറ് കൊണ്ടാണ് യേശുവിനെ അടിച്ചത്. प्रभु यीशु मसीह को रोमियो द्वारा बनाया गया उस कोड़े से मारा गया। ദൈവമക്കളെ ചരിത്രകാരന്മാർ പറയുന്നത് ये चरित्र लिखने वाला कहता है വിന്നാഗിരി ഉപ്പും കലക്കി ലായനിൽ ചാട്ടം മുക്കിയാണ് യേശുവിനെ അടിക്കുന്നത്. जो परमेश्वर को मारा गया एक सिरका से मिलाया गया एक पानी में बार बार उस कोड़े को डुबो कर मारा രണ്ട് പടയാളികൾ അപ്പുറവും ഇപ്പുറവും നിൽക്കുകയാണ്. प्रभु यीशु मसीह के दोनों तरफ एक एक सिपाही खड़े हुए हैं। ആ ചാട്ടമാറിയിൽ ഈ വെള്ളത്തിന്റെ അകത്ത് മുക്കിയിട്ട് जब इस कोड़े को उस पानी में डुबाया जाता है ഒരാൾ ആഞ്ഞടിച്ചിട്ട് അതിനെ വലിച്ചെടുക്കുകയാണ്. जब एक सिपाही प्रभु यीशु मसीह के पीठ पर जब उस कोड़े से मारने के बाद जब उसको खींचते हैं ചരിത്രകാരന്മാർ പറയും ഒരടി അടിക്കുമ്പോൾ ഏകദേശം 200 അടിയാണ് യേശുവിന്റെ മേൽ വീഴുന്നത്. चरित्र लिखना वहाँ पर लिखता है जब सिपाही जब एक कोड़े से प्रभु यीशु मसीह के पीठ पर वार करता है उसका मतलब 200 वार के बराबर दर्द होता है। എന്ന് പറഞ്ഞാൽ 40 അടി അടിച്ചപ്പോൾ 8000 അടിയാണ് യേശുവിന്റെ ദേഹത്ത് കൊണ്ടത്. इसका मतलब जब 40 बार उस कोड़े से प्रभु यीशु मसीह के पीठ पर मारा गया इसका मतलब 8000 बार प्रभु यीशु को मारा गया। യേശു വേദന കൊണ്ട് പുളയുകയാണ്. प्रभु यीशु मसीह दर्द से करा रहे हैं। 22 സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നു 22 भजन संहिता में लिखा हुआ है എന്റെ അസ്ഥികളൊക്കെ എനിക്കെണ്ണാം. मेरे जो अस्थियां जो मेरी बोन है उसको मैं गिन सकता हूँ। അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ उसका अर्थ है ഈ ചാട്ടവാർ കൊണ്ട് അടിച്ച് യേശുവിന്റെ ശരീരത്തിലെ മാംസം പിഴുതുമാറി. उसका अर्थ ये है कि जब इस कोड़े से प्रभु यीशु मसीह के शरीर पर मारा गया तो जितने मांस है उस कोड़े के साथ निकल അവന്റെ गया। എല്ലുകൾ തെളിഞ്ഞു വന്നു. प्रभु यीशु मसीह जितनी हड्डियां हैं वो बाहर दिखने लगी। യെശയ്യാവ് 52 അവസാനത്തിൽ എഴുതിയിരിക്കുന്നു यशायाह की किताब 52वें अध्याय का लास्ट में लिखा हुआ है യേശുവിന്റെ രൂപം കണ്ടാൽ ഇപ്പോൾ ഒരു മനുഷ്യന്റെ രൂപമല്ല. प्रभु यीशु मसीह को देखे तो उसका जो रूप है एक मनुष्य का रूप नहीं था। ദൈവമക്കളെ യേശു എന്തിനാണ് ഇത്രയധികം കഷ്ടം സഹിക്കുവാൻ ഇടയായി തീർന്നത്? प्रभु परमेश्वर के लोगों प्रभु यीशु मसीह इतना कष्ट क्यों सहा? സാധാരണ പറയുവാറുണ്ട് യേശുവിന്റെ 5 മുറിവുകൾ എന്നാണ് സാധാരണ പറയുന്നത്. साधारण रूप से हम लोग कहते हैं कि प्रभु यीशु मसीह के शरीर में 5 कट था। കയ്യിൽ 2, उसके हाथों में 2, കാലിൽ 2, दोनों पैरों में 2, പടയാളിൽ കുത്തിയതായ മുറിവ് ഇതാണ് 5 മുറിവുകൾ എന്ന് സാധാരണ പറയുന്നത്. एक उसके पेट पर जो चुभाया गया था ऐसा हम 5 चोटों के बारे में जानते हैं। യേശുവിന്റെ ദേഹത്ത് 5 മുറിവല്ല 500 മുറിവുമല്ല യേശുവിന്റെ ദേഹത്തുണ്ടായിരുന്നു. लेकिन प्रभु यीशु मसीह के शरीर में 5 नहीं 500 नहीं उससे कहीं ज्यादा चोट। അതുകൊണ്ടാണ് യേശയ്യാവ് പറഞ്ഞത് അവന്റെ രൂപം ഇപ്പോൾ മനുഷ്യന്റെ രൂപമല്ല. इसलिए एशिया अपने वचन में लिखता है कि जो उसका रूप है अभी एक मनुष्य का रूप नहीं। യേശു എന്തിനാണ് ഇത്രയധികം വേദന സഹിച്ചത്? प्रभु परमेश्वर के लोगों प्रभु यीशु मसीह ने इतना दुख क्यों सहा? എന്തിനാണ് ഇത്രയധികം കഷ്ടം സഹിച്ചത്? क्यों इतना दुख प्रभु यीशु मसीह ने ഞാൻ सहा? പറഞ്ഞു നമ്മുടെ പാപത്തിൽ നിന്ന് വിടിവിപ്പാനല്ല യേശു ഇത്ര കഷ്ടം സഹിച്ചത്. मैंने कहा अपने हम सबके पापों के छुटकारे के लिए उतना दुख उसने नहीं सहा। പാപത്തിൽ നിന്ന് വിടിവിക്കാൻ ഞാൻ പറയും യേശുവിന് എവിടെയെങ്കിലും അല്പം രക്തം ചിന്തിയാൽ മതിയായിരുന്നു.
लेकिन यदि हमारे पापों से प्रभु यीशु मसीह को छुटकारा देना था तो कहीं से भी जरा सा ब्लड निकल जाता तुम छुटकारा पा എന്തിനു लेते। വേണ്ടിയാണ് ഇത്രയധികം കഷ്ടതയ്ക്ക് വേണ്ടി പിതാവാം ദൈവം തന്റെ പുത്രനെ വിട്ടുകൊടുത്തത്? फिर क्यों इतना कष्ट सहने के लिए प्रभु परमेश्वर ने अपने पुत्र को इस दुनिया को दे दिया? യേശുവിന്റെ കഷ്ടതയെ ഒന്നുകൂടെ ഓർക്കുവാനുള്ള ഒരു വചനം പുറപ്പാട് പുസ്തകത്തിൽ കാണുവാൻ കഴിയും. परमेश्वर के वचन के इस दर्द के बारे में सहने के लिए हमें निर्गमन की किताब में एक बार देख सकते हैं। അവിടെ അവർ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവാൻ സമയമായപ്പോൾ जब इस्राएली लोगों को मिस्र देश से निकलने का समय हुआ, മോശെ മുഖാന്തരം കൽപ്പന കൊടുത്തു, मूसा के द्वारा कई कल्पनाएं दी गई। നിങ്ങൾ ഒരു ആടിനെ അറുത്തിട്ട് एक मेमने को आप काट कर നിങ്ങൾ തീയിൽ ചുട്ടു വേണം അതിനെ ഭക്ഷിക്കുവാൻ उसको तुम आग में भूंज कर उसको खाना। എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ആ ക്രൂശീകരണത്തിന്റെ ഭീകരത അല്ലെ വേദനയുടെ കാഠിന്യമാണ് അവിടെ കാണിക്കുന്നത്. इसका मतलब है कि प्रभु यीशु मसीह ने क्रूस पर जो दुख सका उसके बारे में वहां पर दिखा रहा है। അത്രത്തോളം കഷ്ടത വേദന യേശു സഹിച്ചു. उसका मतलब है कि इससे भी ज्यादा दुख प्रभु यीशु मसीह ने वहां क्रूस पर सहा। യേശുവിന്റെ രക്തം നമ്മുടെ സകല പാപങ്ങളെ പോക്കി കഴുകി വിശുദ്ധീകരിച്ചു. प्रभु यीशु मसीह के लोगों ने हमारे सभी प्रकार के पापों से हमें शुद्ध किया। യേശുവിന്റെ രക്തമാണ് നമ്മളെ ദൈവമക്കളാക്കി തീർത്തത്. प्रभु यीशु मसीह का लहू ने ही हमें परमेश्वर का लोग बनाया। യേശുവിന്റെ രക്തമാണ് നമ്മെ ശുദ്ധീകരിച്ചത്. प्रभु यीशु मसीह के लहू ने हमें शुद्ध किया है। യേശുവിന്റെ രക്തമാണ് നമ്മുടെ പാപക്കറകളെ നീക്കിയത്. प्रभु यीशु मसीह के लहू ने हमारे पापों से हमें छुटकारा दिया। യേശുവിന്റെ രക്തത്താലാണ് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സാധ്യമായത്. प्रभु यीशु मसीह के लहू के द्वारा हमारे जीवन में सब कुछ എന്തിനാണ് യേശു ഇത്രയധികം കഷ്ടം സഹിക്കുവാനിടയായി തീർന്നത്? फिर प्रभु यीशु मसीह ने इतना दुख क्यों सहा? നമ്മൾ വായിച്ച ആ വാക്യത്തിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയും. हमने आज जो वचन पढ़ा वहीं पर उसके बारे में लिखा हुआ है। പത്താമത്തെ വാക്യം വായിച്ചാട്ടെ. പത്താമത്തെ വാക്യം इब्रानी 9:10 എബ്രായർ 2:10. 2:10. इब्रानियों की किताब दूसरा अध्याय उसका 10वां आयत इस पर हमने पढ़ा, वहाँ पर लिखा हुआ है, जिसके लिए सब कुछ है और जिसके द्वारा सब कुछ है, उसे यही अच्छा लगा कि जब वह बहुत से पुत्रों की महिमा में पहुँचा है तो उनके उद्धार के कर्ता को दुख उठाने के द्वारा सिद्ध करें। ഇവിടെ എഴുതിയിരിക്കുന്നത് നമ്മൾ ചിന്തിക്കുമ്പോൾ जब यहाँ पर लिखा उसके बारे में मनन करते हैं, യേശു എന്തിനാണ് കഷ്ടം സഹിച്ചതെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. वहाँ पर लिखा है प्रभु यीशु मसीह ने दुख क्यों सहा? അനേക പുത്രന്മാർ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ തേജസ്സിലേക്ക് നടത്തുവാൻ. बहुत से पुत्रों के बारे में मतलब कि प्रभु यीशु बहुत से जो परमेश्वर के पुत्र उनको महिमा में पहुंचाने के लिए, എന്ന് പറഞ്ഞാൽ ദൈവമക്കളെ നമ്മുടെ നഷ്ടപ്പെട്ട ദൈവിക തേജസ് തിരിച്ചു തരുവാൻ. इसका मतलब परमेश्वर के लोग जो हमने प्रभु यीशु मसीह के महिमा को गवा दिया उसको वापस पाने के लिए, ഞാൻ പറഞ്ഞു ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ ദൈവം തേജസ്സുള്ളവനാണ് ഇട്ട് സൃഷ്ടിച്ചത്. जिस प्रकार मैंने बताया कि एदन वाटिका में प्रभु परमेश्वर ने वहाँ पर जो मनुष्य बनाया उसको महिमा रूपी बनाया, എന്നാൽ പാപം ചെയ്തപ്പോൾ ആ തേജസ് നഷ്ടമായി. लेकिन जब मनुष्य ने पाप किया तो वो तेजस रूपी महिमा ആ उस मनुष्य नष्ट हो गया। തേജസ് നമുക്ക് മടക്കി തരുവാൻ उस तेजस को हमें वापस पाने के लिए യേശു കഷ്ടം സഹിക്കുവാനിടയായി തീർന്നു. यीशु मसीह ने दुख उठाया। ദൈവമക്കളെ ഈ തേജസ് നമ്മൾ പ്രാപിക്കാൻ പോകുകയാണ്. ये तेजस रूपी महिमा हमें मिलने वाला है। എപ്പോഴാണ് നമുക്ക് ഈ തേജസ് ലഭിക്കാൻ പോകുന്നത്? ये तेजस रूपी महिमा हमें कब मिलेगा? അത് അന്ത്യമായിരിക്കുന്ന കാഹളം ധ്വനിക്കുമ്പോൾ, जब आखिरी तुरगी जब फूकी जाएगी, അതെ ഈ തേജസ് നമ്മൾ തിരികെ ധരിക്കാൻ പോകുകയാണ്. ये तेजस रूपी महिमा वापस हमें प्राप्त അപ്പോൾ होने वाला യേശു है। കഷ്ടം സഹിച്ചത് ഒന്നേ നമ്മുടെ തേജസ് നമുക്ക് മടക്കി തരുവാൻ. प्रभु यीशु मसीह ने जो दुष्ट सहा उसके एक हमें उस तेजस को वापस प्राप्त करने के लिए, എത്ര പേർ അകത്ത് പ്രത്യാശയുണ്ട് ഞാൻ ഈ തേജസ് തിരികെ പ്രാപിക്കാൻ പോകുകയാണ്? कितने लोगों के मन में यह विश्वास है कि इस तेजस को हमें वापस നിങ്ങൾ मिलेगा? ആയിരിക്കുന്ന ഇടത്ത് കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക. ഞാൻ ദൈവ തേജസ് പ്രാപിക്കാൻ പോകുകയാണ്. आप जहाँ भी यहाँ पर परमेश्वर के लिए अपने हाथ ऊंचे कर प्रभु को धन्यवाद दे कि मैं इस तेजस को वापस प्राप्त करने वाला हूँ। ഒന്നേ എന്റെ തേജസ് തിരികെ അത് ലഭിക്കുവാൻ യേശു എനിക്ക് വേണ്ടി കഷ്ടം സഹിച്ചു. पहला ये कि मुझे अपने तेजस रूपी महिमा को वापस मिलने के लिए प्रभु यीशु मसीह ने दुख सहा। തന്റെ യേശു എന്തിനു വേണ്ടിയാണ് കഷ്ടം സഹിച്ചത്? प्रभु यीशु मसीह ने क्यों कष्ट सहा? നമ്മൾ വായിച്ച എബ്രായർ 2:17-18 വാക്യങ്ങൾ കൂടി ചിന്തിക്കുമ്പോൾ, जब हम इब्रानियों की किताब दूसरा अध्याय उसका 18वां 17-18 उसका 17वां 18वां आयत के जब मनन करते हैं, അവിടെ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്. वहाँ पर इस प्रकार लिखा है, അത് കഷ്ടം സഹിക്കുന്നവരെ സഹായിപ്പാൻ जो कष्ट को सहते हैं उसको सहायता करने के लिए യേശു കഷ്ടത അനുഭവിപ്പാനിടയായി प्रभु തീർന്നു. यीशु मसीह ने दुख सहा। എന്ന് വെച്ചാൽ യേശു സകല ഘട്ടങ്ങളും സഹിച്ചു.
प्रभु यीशु मसीह ने सभी प्रकार का दुख सहा। യേശു സകല വേദനകളും യേശു സഹിച്ചു. यीशु मसीह ने सभी प्रकार की वेदनाओं को सहा। ദൈവമക്കളെ, നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ഘട്ടങ്ങളിൽ നിന്ന് വിടിവിപ്പാൻ യേശു ശക്തനാണ്. प्रभु परमेश्वर के लोगों, जब जो जो कष्ट का हम अनुभव करते हैं, उन सब कष्टों से, നമ്മുടെ ഘട്ടങ്ങളിൽ നിന്ന് വിടിവിക്കുവാനാണ് യേശു കഷ്ടത സഹിച്ചത്. उन सभी कष्टों से छुटकारा देने के लिए प्रभु यीशु मसीह ने खुद कष्ट सहा। നമ്മുടെ വേദനയിൽ നിന്ന് വിടിവിക്കുവാനാണ് യേശു വേദന സഹിച്ചത്. हमारा दर्द से हमें छुटकारा देने के लिए प्रभु यीशु मसीह ने दर्द सहा। നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കുവാനാണ് യേശു രോഗിയായി തീർന്നത്. हमें रोगों से छुटकारा देने के लिए प्रभु यीशु मसीह खुद रोगी हुआ। ദൈവമക്കളെ, ഒരു നിമിഷം ദൈവകരങ്ങളിലേക്ക് ഒന്ന് കൊടുത്താട്ട് एक बार के लिए हम अपने आप को प्रभु यीशु मसीह के हाथों में दें। നീ ഏതെങ്കിലും ഘട്ടത്തിൽ കൂടെ ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്നുണ്ടോ? यदि तू आज के दिन किसी प्रकार तकलीफ से गुजर रहा हो, അതേ ഏതെങ്കിലും ഭാരത്തിൽ കൂടെയാണോ കടന്നു പോകുന്നത്? किसी प्रकार की किसी भय के वातावरण आप गुजर रहे हो, അനേക ചിന്താകുലങ്ങൾ നിന്നെ അലട്ടുന്നുണ്ടായിരിക്കാം. कई प्रकार की चिंता परेशान आपको कर रही होगी। നാളെ എന്റെ ജീവിതം എങ്ങനാകുമെന്ന് നീ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. कल मेरा जीवन कैसा होगा, इस प्रकार आप चिंता कर रहे हो। അതേ യേശു പരീക്ഷ ഈ സകല കഷ്ടതകളും മേലും ജയമെടുത്ത യേശു നിന്നോട് കൂടെയുണ്ട്. सभी प्रकार के परीक्षा के बाद जय प्राप्त करने वाला प्रभु यीशु मसीह आपके साथ। അതുകൊണ്ട് നീ ആയിരിക്കുന്നിടത്ത് ഹൃദയത്തിൽ വിശ്വസിക്കുക. इसलिए आप जहाँ भी हो प्रभु यीशु मसीह से पर विश्वास करें। എന്റെ ഇപ്പോഴത്തെ ഘട്ടങ്ങൾ എന്റെ ദൈവം മാറ്റിത്തരും. अभी जो भी मेरा कष्ट है प्रभु यीशु मसीह मुझे उससे छुटकारा എന്റെ देगा। ജീവിതത്തിന്റെ എല്ലാ വേദനകളെയും യേശു മാറ്റിത്തരും. मेरे जीवन के सभी प्रकार के दर्द को प्रभु छुटकारा देगा। അത് ഞാൻ അനുഭവിക്കുന്ന സകല വേദനകളിൽ നിന്നും എന്റെ യേശു എന്നെ വിടുവിക്കും. जो भी दर्द में सहता हूँ उसे परमेश्वर मुझे छुटकारा देगा। ദൈവത്തിലെ നീ ആരെയാണ് ആരാധിക്കുന്നത്? परमेश्वर के लोग हो, आप किसकी आराधना നീ करते हैं? ആരെയാണ് സേവിക്കുന്നത്? आप किसकी सेवा करते हैं? സകലത്തിന്റെ മേലെ ജയമെടുത്ത ജയവീരനായ യേശുവിനെ, सभी के ऊपर जय देने वाला, जय प्राप्त करने वाला प्रभु यीशु मसीह के ऊपर, നാമത്തിനും മേലായ നാമമുള്ള യേശുവിനെ, सभी नामों के ऊपर श्रेष्ठ नाम प्रभु यीशु मसीह की सेवा അതേ करते हैं। കഷ്ടത സഹിച്ചവനായ യേശുവിനെ, कष्ट सहा प्रभु यीशु मसीह की, ഈ യേശു നിന്നോട് കൂടെയുണ്ടോ? ये प्रभु यीशु मसीह की आपके അത് साथ നിന്റെ है। ജീവിതത്തിലുണ്ടോ? क्या वो आपके जीवन में है? നിന്റെ ഹൃദയത്തിലുണ്ടോ? क्या वो आपके जीवन ഈ में है? വചനം കേൾക്കുമ്പോൾ ഒരു നിമിഷം നീ ഒന്ന് ശോധന ചെയ്യുക. जब इस वचन को हम सुनते हैं, हम एक बार चिंता करें എന്റെ യേശു എന്നോട് കൂടെയുണ്ട്. कि क्या प्रभु यीशु मसीह हमारे साथ ഒരു है। കഷ്ടതയും എന്നെ തളർത്തത്തില്ല. कोई कष्ट मुझे दुख नहीं ഒരു पहुंचाएगा, രോഗവും എന്നെ തളർത്തത്തില്ല. कोई दुख मुझे नुकसान नहीं करेगा। ഏത് കൊടുങ്കാറ്റുകൾ ആഞ്ഞടിച്ചാലും, किसी प्रकार के तूफान क्यों ना आए, ഏത് തിരമാലകൾ കടന്നു വന്നാലോ, कितने ही प्रकार की बाधा क्यों नहीं അതിന്റെ है, മേൽ ജയമെടുത്ത യേശു എന്റെ അകത്തുണ്ട്. उसके ऊपर जय प्राप्त करने वाला प्रभु यीशु मसीह मेरे എന്ന് साथ। പറഞ്ഞാൽ ദൈവവൈതലേ, നീ കടന്നു പോകുന്ന സകല വിഷയങ്ങളുടെ മേലും നിനക്ക് ജയം തരുവാൻ അധികാരമുള്ള യേശു നിന്റെ അകത്തുണ്ട്. इसका मतलब ये है कि आप किसी प्रकार की परिस्थिति से क्यों नहीं गुजरे, लेकिन प्रभु यीशु मसीह आपके യേശുവിൽ साथ നീ है। വിശ്വസിക്കുക. तो यीशु मसीह को विश्वास അതെ, कर, ഈ യേശുവിൽ നീ ആശ്രയിക്കുക. प्रभु यीशु मसीह के ऊपर तो अपना आश्रय रख। യേശു എന്തിനാണ് കഷ്ടം സഹിച്ചത്? यीशु मसीह ने क्यों कष्ट सहा? ഞാൻ വാക്യം എടുത്തു വായിക്കുന്നില്ലെങ്കിൽ ഞാൻ പറയാം. मैं वाक्य लेकर नहीं पढ़ता, फिर भी बताता हूँ। എഫേസ്യർ 5:26 തൊട്ട് നമ്മൾ 25-26 വാക്യങ്ങൾ വായിക്കുമ്പോൾ एफिसों की 5वां अध्याय उसका 25वां आयत से नीचे की ओर पढ़ेंगे तो യേശു തന്നെത്താൻ സഭയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തെന്ന് അവിടെ वहाँ എഴുതിയിരിക്കുന്നു. पर लिखा प्रभु यीशु मसीह ने अपने आप को सभा के लिए दे എന്ന് दिया। പറഞ്ഞാൽ യേശു സഭയ്ക്ക് വേണ്ടി കഷ്ടം സഹിച്ചെന്ന് എഴുതിയിരിക്കുന്നു. इसका मतलब यह है कि वहाँ पर लिखा है प्रभु यीशु मसीह ने सभा के लिए अपने आप को दुख उठाया। യേശു എന്തിന് കഷ്ടം സഹിച്ചു? प्रभु यीशु मसीह ने क्यों दुख उठाया? എന്നെയും നിങ്ങളെയും അവന്റെ മണവാട്ടിയാക്കുവാൻ. आपको और मुझे प्रभु यीशु मसीह अपना दुल्हा बनाने के എത്ര लिए। പേർക്ക് പ്രത്യാശയുണ്ട്? कितने लोगों को विश्वास ഞാൻ है യേശുവിന്റെ कि മണവാട്ടിയാണ്. मैं प्रभु यीशु मसीह का दुल्हा दुल्हन हूँ, എനിക്കൊരു മണവാളനുണ്ട്. कि मेरा एक दुल्हा है എന്റെ പ്രാണനെ രക്ഷിക്കുവാൻ, मेरे प्राण की रक्षा करने के लिए, എനിക്ക് നിത്യജീവൻ നൽകി തരുവാൻ. मुझे एक नित्य जीवन देने के എന്റെ लिए യേശു എനിക്ക് വേണ്ടി കഷ്ടം സഹിച്ചു. मेरा प्रभु यीशु मसीह ने दुख उठाया। കഷ്ടം സഹിച്ച യേശുവിന്റെ മണവാളനാണ്. दुख उठाया वो प्रभु यीशु मसीह मेरा दूल्हा है। ദൈവമക്കളെ, ഈ പ്രത്യാശ നമ്മുടെ അകത്തുണ്ടെങ്കിൽ यदि परमेश्वर के लोगों का विश्वास हम सबके जीवन में हो तो ഒന്നിനാലും നാം തളർന്നു പോകുവാനിടയായി തീരത്തില്ല. हमें किसी प्रकार की चीज से डरने की आवश्यकता नहीं, ഒന്നിനാലും നാം ക്ഷീണിച്ചു പോകുവാനിടയാകത്തില്ല. हमें दुख उठाने की आवश्यकता നാം नहीं। ആരാണ്? യേശുവിന്റെ മണവാട്ടിയാണ്. हम लोग प्रभु यीशु मसीह के दुल्हन हैं। യേശുവിന്റെ ദൃഷ്ടി നമ്മുടെ മേലുണ്ട്. प्रभु यीशु मसीह की दृष्टि हमारे ऊपर ആ है। കൊരിന്ത്യലേഖനത്തിൽ പൗലോസ് പറയും നമ്മുടെ വിവാഹം നിശ്ചയം കഴിഞ്ഞിരിക്കുകയാണ്. जिस प्रकार पौलुस कहता है कि
हम सबका विवाह निश्चित हो गया है। എന്നാണ് നമ്മുടെ വിവാഹ നിശ്ചയം നടന്നത്? कब हम लोग की सगाई हुई നാം है? രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മുടെ വിവാഹ നിശ്ചയം നടന്നു കഴിഞ്ഞു. जब हमारा उद्धार हमें मिला तब हम लोग की सगाई हो चुकी है। വിവാഹ നിശ്ചയം കഴിഞ്ഞെങ്കിൽ താമസം വിനാ നമ്മെ വേലി കഴിക്കാൻ പോകുകയാണ്. जब हमारी सगाई हो गई है तब ज्यादा समय नहीं है हमारा विवाह होने की। നമ്മുടെ കല്യാണം നടക്കാൻ പോകുകയാണ്. हमारी शादी होने वाली है। അതേ മണവാട്ടി എന്ന് പറയുന്ന യാതൊരു മാലിന്യങ്ങളും മണവാട്ടിയിൽ കാണാൻ പാടില്ലെന്നാണ് എഫെസി 26 എഴുതിയിരിക്കുന്നത്. वचन में लिखा है कि दुल्हन रूपी हमें किसी प्रकार का पाप नहीं होना चाहिए। എപ്പോഴും നമ്മൾ വിശുദ്ധിയുള്ളവരായിരിക്കണം. हमेशा हम शुद्ध होना चाहिए। യാതൊരു മാലിന്യങ്ങളും നമ്മുടെ അകത്ത് കടന്നു വരാൻ പാടില്ല. किसी भी प्रकार का पाप हमारे जीवन में आना नहीं चाहिए। യാതൊരു ലോകത്തിന്റെ മാലിന്യം നമ്മുടെ അകത്ത് കടന്നു വരാൻ പാടില്ല. इस दुनिया का किसी प्रकार का पाप हमारे जीवन में नहीं होना चाहिए। കൂടാതെ ജീവിക്കുന്ന തന്നെ വിശുദ്ധന്മാരെ ചേർക്കുവാനാണ് യേശു വരുന്നത്. बिना पाप के जीने वाले अपने लोगों को मिलाने के लिए मिलने के लिए प्रभु यीशु मसीह आने वाला है। ആദ്യം പറഞ്ഞ നാളുകളിൽ ഒരുങ്ങുവാനുള്ള നാളുകളാണ്. इसलिए मैंने इस वचन की शुरुआत में कहा कि इन दिनों में हमें परमेश्वर को तैयार होने का समय നമ്മുടെ है। മണവാളൻ വരാറായി. हमारा दुल्हा आने वाला ആ है। മധ്യാകാശത്തിൽ നിന്നുകൊണ്ട് മണവാളൻ തന്റെ കാഹളനാദം മുഴക്കുമ്പോൾ आकाश के मध्य में खड़े होकर जब प्रभु यीशु मसीह अपना तुरही फूके, നമ്മുടെ മണവാളന്റെ അടുക്കിലേക്ക് നാം പറന്നുയരുവാനിടയായി തീരും. हमारे दूल्हे के पास हम लोग उड़ सकेंगे। അതേ നമ്മുടെ വിവാഹം പിതാവാം ദൈവത്തിന്റെ സന്നിധിയിൽ വെച്ച് നടക്കാൻ പോകുകയാണ്. प्रभु परमेश्वर के सामने हमारा विवाह होने वाला है। അതിനും കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ തന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നെന്ന് യോഹന്നാൻ വിളിച്ചു പറയുകയാണ്. യോഹना जिस प्रकार यहाँ पर लिखता है कि उसके मेमने का ब्याह आज पहुंचा है। ദൈവമക്കളെ, യേശു എന്തിനാണ് കഷ്ടം സഹിച്ചത്? परमेश्वर के लोगों प्रभु ने क्यों कष्ट सहा? ഒന്നേ, ഞാൻ 3 കാര്യങ്ങൾ പറയുവാനിടയായി തീർന്നു. मैं 3 बातें बताना चाहता हूँ। ഒന്നേ, നമ്മുടെ മഹത്വം നമുക്ക് തിരികെ ലഭിക്കുവാൻ. एक हमारा तेजस रूपी महिमा हमें प्राप्त होने के ഇതിനെ लिए। കുറിച്ച് വിശുദ്ധമായിട്ട് അടുത്ത ആഴ്ച ചിന്തിക്കുക. എപ്പോഴാണ് എങ്ങനെയാണ് മഹത്വം കിട്ടുന്നതെന്ന് കർത്താവ് വന്നില്ലെങ്കിൽ. परमेश्वर का आदि आगमन नहीं होता, अगले हफ्ते इसके बारे में हम चिंतन करेंगे। ആ രണ്ട് നമ്മുടെ കഷ്ടങ്ങളിൽ നമ്മെ സഹായിപ്പാൻ, दूसरा हमारे कष्ट के बीच में हमारी सहायता करने के लिए। ഭൂമിയിൽ ദൈവ പൈതലെ നിന്നെ സഹായിപ്പാൻ ആരുമില്ലെങ്കിലും, परमेश्वर के लोग इस भूमि पर यदि आपकी सहायता करने के लिए कोई नहीं भी നിന്റെ हो, അവസ്ഥ അറിയുവാൻ ആരുമില്ലെങ്കിലും, तेरी अवस्था के बारे में कोई नहीं जानता है, तो भी വേദന പറയുവാൻ ആരുമില്ലെങ്കിലും, तेरी हृदय की वेदना को समझने वाला कोई नहीं है, तो भी നീ വിശ്വസിക്കുക, എനിക്ക് യേശുവുണ്ട്, तो विश्वास करके प्रभु यीशु मसीह मेरे लिए है। എനിക്ക് യേശുവുണ്ട്, प्रभु यीशु मेरे लिए है। എന്റെ ഈ ലോക ജീവിതത്തിൽ അവൻ എന്നെ കൈവിടുകയില്ല. इस दुनिया में जब तक मैं जीवित हूँ प्रभु यीशु मसीह मेरा हाथ नहीं छोड़ेगा। എന്റെ കുഞ്ഞുങ്ങളെ അവൻ കൈവിടത്തില്ല. प्रभु यीशु मसीह अपने बच्चों का हाथ എന്റെ नहीं കുടുംബത്തെ छोड़ेगा। അവൻ കൈവിടത്തില്ല. मेरे परिवार का हाथ प्रभु यीशु मसीह नहीं എന്റെ छोड़ेगा। ദൈവം എന്നോട് കൂടെയുണ്ട്. मेरा प्रभु यीशु मसीह मेरे साथ है। നമ്മുടെ കഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കുവാൻ. मेरे कष्टों से छुटकारा देने के लिए। മൂന്നേ, തന്റെ മണവാട്ടിയാക്കുവാൻ. तीसरा उसका दुल्हन बनाने ഞാൻ के ഈ लिए। പറഞ്ഞതിന്റെ ആഴം എത്ര പേർക്കും മനസ്സിലാകുന്നുണ്ട്? मैं ये जो वचन बता रहा हूँ इसके बारे में कितने लोगों को समझ में आ रहा ഈ है? സൗഭാഗ്യകരമായ 3 പദവികൾ നമുക്ക് നൽകി തരുവാൻ परमेश्वर के लोग सौभाग्य रूप ये 3 वाक्य जो हमें मिलने वाला है। യേശു കഷ്ടത സഹിക്കുവാനിടയായി തീർന്നു. प्रभु यीशु मसीह ने कष्ट सहा, മരണം ആസ്വദിക്കുവാനിടയായി തീർന്നു. उस मृत्यु का स्वाद प्रभु यीशु मसीह ने चखा। ഈ യേശുവിനെ ഒരു നിമിഷം ഒന്ന് ധ്യാനിക്കാമോ? हम इस प्रभु यीशु मसीह के एक बार ध्यान करें। യേശുവിന് ഒരു നന്ദി പറയാമോ? प्रभु यीशु मसीह को एक बार धन्यवाद दें। യേശുവിന് ഒരു സ്തോത്രം പറയാമോ? प्रभु यीशु मसीह को एक बार धन्यवाद दें। യേശുവേ, എന്റെ തേജസ് നൽകി തരുവാൻ यीशु मसीह अपना तेजस हमें देने के നീ लिए എനിക്ക് വേണ്ടി വേദന സഹിച്ചു. तूने एक कष्ट उठाया। യേശുവേ, എന്റെ കഷ്ടങ്ങളിൽ എന്നെ സഹായിപ്പാൻ. प्रभु यीशु मसीह आपने मेरे कष्टों से छुटकारा देने के लिए നീ എനിക്ക് വേണ്ടി കഷ്ടത സഹിച്ചു. आप मेरे लिए कष्ट उठाए। കർത്താവേ, എന്നെ അങ്ങയുടെ മണവാട്ടിയാക്കുവാൻ आपने हमें अपने दुल्हन बनाने के लिए അങ്ങ് എനിക്ക് വേണ്ടി അങ്ങ് തന്നെ എനിക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു. आपने मुझे अपने लिए अपने आप को सौंप दिया। ഈ ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കാം. हम अपने आप को प्रभु यीशु मसीह के हाथों में അത് सौंपें। വചന ശ്രദ്ധയോട് കേട്ടതിനെ വീണ്ടും ഹൃദയത്തിൽ അത് ഗ്രഹിക്കാമെങ്കിൽ പിന്നെ അനേക ആഴങ്ങൾ ദൈവം അവിടെ നിന്നുകൊണ്ട് വെളിപ്പെടുത്തും. ये सुने हुए वचन को यदि हम अपने मन में ग्रहण करते हैं तो प्रभु यीशु मसीह के प्रकार की बातें हमारे ऊपर प्रकट करेंगे। അതുകൊണ്ട് കാൽവറി ക്രൂസിനെ ഒരു നിമിഷം ഒന്ന് ധ്യാനിക്കാമോ? इसलिए हम उस कालवरी क्रूस को एक बार ध्यान करें। അപ്പോ തിരുമേശൊന്നും നമ്മുടെ നടുവിലില്ലാത്തതുകൊണ്ട് തിരുമേശയിലാണ് സാധാരണ യേശുവിന്റെ കഷ്ടതയെ നമ്മൾ ധ്യാനിക്കുന്നത്. आज हमारे सामने प्रभु भोज नहीं है, साधारण रूप से हम उस प्रभु भोज के सामने प्रभु की कष्टता को हम सोचते हैं या मनन करते हैं। എന്നാൽ ഒരു നിമിഷം കാൽവറിയിലേക്ക് നോക്കാം. लेकिन अभी हम एक समय प्रभु यीशु मसीह के उस कालवरी के രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ 2 चोरों के बीच में
യേശു അത് ആകാശത്തിനും ഭൂമിക്കും മധ്യേ यीशु मसीह आकाश और इस भूमि के मध्य में അത് നമുക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ടു. हमारे लिए प्रभु यीशु मसीह इस क्रूस पर बलिदान हुआ। ചാട്ടവാറ് കൊണ്ട് യേശുവിനെ അടിച്ചു മുറിവേൽപ്പിച്ചു. उस कोड़े से प्रभु यीशु मसीह को मारा गया। അതേ മുൾക്കിരീടം യേശുവിന്റെ തലയിൽ ആഞ്ഞടിച്ചു. कांटों को उस मुकुट को प्रभु यीशु मसीह के सर पर रखा गया। അതേ റോമൻ നാണയങ്ങൾ വെച്ചിട്ട് യേശുവിന്റെ മുഖത്തെ രോമം അവർ പിഴുതെടുത്തു. उस रोमन रूपी जो कोड़े थे उससे प्रभु यीशु मसीह के शरीर के बालों को खींचा गया। ദൈവമക്കളെ അവനെ കമ്പ് കൊണ്ട് കോല് കൊണ്ട് അടിച്ചു. प्रभु यीशु मसीह को हाथों से डंडों से मारा അവനെ गया। കാർക്കിച്ചു തുപ്പി. प्रभु यीशु मसीह के ऊपर थूका गया। എന്തെല്ലാം കഷ്ടങ്ങളാണ് യേശു സഹിച്ചത്. क्या क्या कष्ट प्रभु यीशु मसीह ने हमारे लिए എന്തെല്ലാം വേദനകളാണ് യേശു സഹിച്ചത്. क्या क्या दुख प्रभु यीशु मसीह ने हमारे लिए അതുകൊണ്ട് യേശുവിന് വേണ്ടി എന്ത് സഹിക്കുവാൻ നമുക്ക് തയ്യാറാകാം. इसलिए प्रभु यीशु मसीह के लिए आज हम सब कुछ सहने के लिए तैयार हैं। അല്പം കഷ്ടങ്ങളോ പ്രയാസങ്ങളോ ഭാരത ജീവിതത്തിൽ കടന്നു വന്നാൽ ക്ഷീണിച്ചു പോകരുത്. कुछ दुख और परेशानी हमारे जीवन में आते तो हम उससे दूर ना हो। യേശു നമ്മെ വിടുവിപ്പാൻ കടന്നു വരാൻ പോകുകയാണ്. प्रभु यीशु मसीह उन सब छुटकारा देने के लिए हमारे जीवन में ഈ आने वाला है। വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. इस वचन से प्रभु यीशु मसीह हमें आशीष दें।